Hi, welcome to Angle B Learn. Physics, chemistry, maths, especially maths. ഇതിൽ മാർക്ക് കുറയാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്താണ് ക്വസ്റ്റ്യൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് അവർ തന്നേക്കുന്നത്, എന്താണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം എഴുതണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒറ്റ വായനയിൽ നമുക്കത് മനസ്സിലാവണം നിർബന്ധമില്ല. ചിലപ്പോൾ 2 3 തവണ വായിച്ച് മനസ്സിലാക്കേണ്ടി വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു 3 തവണ വായിച്ചാൽ പോലും കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. എങ്കിലേ നമുക്ക് അവർ തന്ന ഗിവൺ വാല്യൂസ് ഇന്ന സാധനങ്ങളാണ്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ആൻസർ കൃത്യമായിട്ട് എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും എക്സാമിന് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് റഷ് ചെയ്ത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുകയാണോ വേണ്ടേ? അല്ല, കുറച്ച് കാമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ റഷ് ചെയ്യാണ്ട് നമ്മൾ ഒരു നോർമലി നമ്മൾ വായിച്ച് നോക്കുക. ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മൾ വൺസ് എഗെയിൻ നമ്മൾ വീണ്ടും ഇരുന്ന് ഒന്നുകൂടി വായിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കണേ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ നോക്കുക എന്താണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ ആ ക്വസ്റ്റ്യൻ എന്ന്. ചിലപ്പോൾ കമ്പയർ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാനായിരിക്കും. അങ്ങനെ അതിനകത്തൊരു കീവേഡ് ഉണ്ടാവും അല്ലേ. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ എന്തോ കണ്ടുപിടിക്കാനാണ്. എന്താണ് വാല്യൂ ഓഫ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അത് നമുക്ക് എടുത്തെഴുതാം. എന്നിട്ട് അതിലേക്ക് എത്തിപ്പെടാനുള്ള എന്തൊക്കെ സാധനങ്ങൾ ഗിവൺ വാല്യൂസ് അവർ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും എടുത്തെഴുതാം. എന്നിട്ട് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർ തന്ന 2 കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് പോലെ, ഒരു ഷോർട്ട് പാരഗ്രാഫ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറേ ഉണ്ട് വായിക്കാൻ, ഒരു 6-7 ലൈൻ ഉണ്ടെങ്കിൽ നമുക്കത് ഒറ്റയടിക്ക് നമുക്കത് മൊത്തം വായിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് ഓക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങാം വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നുകൂടി വായിച്ച് ക്ലാരിറ്റി വരുത്തേണ്ടി വരും. അപ്പം നമ്മൾ സെഷൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഫസ്റ്റത്തെ 2 സെൻറ്റൻസ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ട് ഓക്കെ ഇതിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈ സെക്കൻഡ് സെൻറ്റൻസ് ചിലപ്പോൾ 3ാമത്തെ സെൻറ്റൻസുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കയറാം. അത് വെച്ച് കയറി നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഓരോ പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് എന്താണ് ചോദിച്ചത് എന്നുള്ളതിന് ആൻസർ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇന്ന കാര്യമാണല്ലോ ചോദിച്ചേക്കുന്നത്, ഇതിപ്പോൾ ഇതാണല്ലോ ചോദിച്ചേക്കുന്നത്, ചിലപ്പോൾ മറ്റേനെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. അസ്യൂം ചെയ്യുന്നതിന് പകരം എന്താണ് അവർ ചോദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റീഡ് കെയർഫുള്ളി. നമ്മൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. ആവശ്യമെങ്കിൽ 2 3 തവണ റീഡ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ഔട്ട് ആണോ, എക്സ്പ്ലെയിൻ ആണോ, കമ്പയർ ആണോ, എന്താണോ ചോദിച്ചേക്കുന്നത് അത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് ഗിവൺ വാല്യൂസ്, കാര്യങ്ങൾ എങ്ങനെ നമ്മളിതിലേക്ക് എത്തിപ്പെടാം, എന്തൊക്കെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുത്തെഴുതി നമ്മൾ ആൻസർ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാം.